സാധാരണ USB കേബിളിന് രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ, രണ്ടാമത്തത് പവർ കൊടുക്കാൻ പറ്റും. 5 വോൾട്ട് പവർ സപ്ലൈ വഴി ഒരു 500 മില്ലി ആംപിയർ വരെയുള്ള പവർ ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് സാധാരണ USB. പക്ഷേ ഇപ്പോൾ USB-C പവർ ഡെലിവറി എന്ന് പറഞ്ഞ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അത് ഈ കറുത്ത കേബിള് USB-C പവർ ഡെലിവറിയാണ്. അത് വണ്ണം കൂടുതലുണ്ട്. മറ്റേത് സാധാരണ USB കേബിളാണ്. USB-C പവർ ഡെലിവറി കേബിളിൽ 48 വോൾട്ട് വരെ വരാം, എന്നിട്ട് 240 വാട്ട് വരെ, അത്രയധികം പവർ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട്. എല്ലാ കേബിൾ ഉപയോഗിച്ചാലും അതുപോലെ കിട്ടില്ല, എല്ലാ ഉപകരണങ്ങളിലും അതുപോലെ കിട്ടില്ല. അതിനുള്ള ചാർജർ വേണം. സ്വീകരിക്കുന്ന ഇപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്ത് ഡിവൈസ് വെച്ചാൽ അതിനുള്ള പ്രത്യേക പവർ നെഗോസിയേഷൻ പ്രോട്ടോക്കോൾസ് എന്ന് പറയും, അത് വേണം. ആ നെഗോസിയേഷൻ ചെയ്യാൻ എക്സ്ട്രാ ചാനൽസ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ തരം USB Type-C കണക്ടർ 24 പിന്നുണ്ട് അതിനകത്ത്. പക്ഷേ എല്ലാറ്റിനൊന്നും കാണാറില്ല കേട്ടോ. ചിലതൊക്കെ തുറന്ന് നോക്കുമ്പോൾ അത്ര പിന്നൊന്നും കാണാറില്ല. അത് വേറെ ടൈപ്പിൽ ഉണ്ടാക്കിയതായിരിക്കണം. പിന്നെ അതിന് റിവേഴ്സ് സിമെട്രി ഉണ്ട്, തിരിച്ചും മറിച്ചും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ പിന്നുകളുടെ നമ്പറും എഴുതിയത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ അതിൽ 4 ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ട്, 2 വീതം ഓരോ സൈഡിലും. പിന്നെ TX RX എന്ന് പറഞ്ഞാൽ ഹാം റേഡിയോക്കാർക്ക് അറിയാം. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ്, RX എന്ന് പറഞ്ഞാൽ റിസീവ്. അപ്പോൾ ഇത് എൻഹാൻസ്ഡ് സൂപ്പർ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ USB 3 ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഷീൽഡഡ് ഡിഫറൻഷ്യൽ പാസ് ആണ് അതിലുള്ളത്. D എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ പാസിന് വേണ്ടിയിട്ടാണ്. സാധാരണ USB 2 ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഉണ്ടാവുക. SBU എന്ന് പറഞ്ഞാൽ സൈഡ് ബാൻഡ് യൂസ്, CC എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ചാനൽ, VBus എന്ന് പറഞ്ഞാൽ ബസ് പവർ സപ്ലൈ ലൈൻ. ഈ ചിത്രത്തിൽ മുകളിൽ കാണുന്നത് പഴയ തരത്തിലുള്ള അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറാണ് പഴയ USB കേബിളിൽ ഉപയോഗിക്കുന്നത്. ലോ സ്പീഡിന്, ഫുൾ സ്പീഡിന് ആൻഡ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിന്. ട്വിസ്റ്റഡ് പെയർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നോയ്സും ക്രോസ് ടോക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എൻഹാൻസ്ഡ് സൂപ്പർ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ USB 3 അതിന് ഷീൽഡഡ് ഡിഫറൻഷ്യൽ പാസ് ഉപയോഗിക്കുന്നത്. USB-C കേബിളിൽ 16 വയറാണ്, പക്ഷേ കണക്ടറിൽ 24 പിന്നുണ്ട്. അതെന്താ വെച്ചാൽ B6ഉം B7ഉം കണക്ഷൻ ഇല്ല. പിന്നെ 4 ഗ്രൗണ്ടും 4 VBusഉം ഒക്കെ ഒരേ സോൾഡർ ജോയിൻറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. USB-C PD സ്റ്റാൻഡേർഡ് സോഴ്സ് മോണിറ്റർ ചെയ്യും. അതായത് സപ്ലൈ കറണ്ട് കൂടുതലായിട്ട് ഓവർ ചാർജിങ് വരാതിരിക്കാൻ വേണ്ടി മോണിറ്റർ ചെയ്യും.